Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് ഇന്ന് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ തയ്യാർ ചെയ്തിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ നിഫ്റ്റി 25,052 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ചെറിയ ഗ്യാപ് ഡൗൺ 25,034 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. ഒരു ചെറിയ പോയിന്റിന്റെ വ്യത്യാസം. എന്നാൽ ഇത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന രീതിക്ക് കൺസിഡർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഞാനിവിടെ ഒരു സപ്പോർട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ എന്ന രീതിക്കായിരുന്നു ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ക്ലോസിങ്ങിന്റെ ഈ ഹൈക്ക് താഴെ ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറിയ അപ്പ് മൂവ് തന്നെങ്കിലും അത് ഇതിന് മുകളിലോട്ട് കടന്നു പോകുന്നില്ല എന്ന് കണ്ടവർക്ക് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പെട്ടെന്ന് സെല്ല് ചെയ്യാം, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു 50 പോയിന്റിലധികം മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. സാമാന്യം നല്ല ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും ഒരു അപ്പ് മൂവ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ ലെവലിനുള്ളിൽ നിൽക്കുകയായിരുന്നെങ്കിൽ സെല്ലേഴ്സ് ആക്ട് ചെയ്തേനെ. എന്നാൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ ആക്ട് ചെയ്തേനെ. എന്നാൽ വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ അത് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിലോട്ട് പോയി. ആ ഒരു മൂവ്മെന്റ് കൊണ്ട് വീണ്ടും കിട്ടിയ ഡിക്ലൈനിന് വേണ്ടി കാത്തിരുന്നു. അഥവാ ഇവിടെ നിന്നും സെല്ല് ചെയ്തവർക്ക് ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമായിരുന്നു. പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പ് മൂവ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവിടെ പല പ്രാവശ്യം ട്രേഡിൽ എൻ്റർ ആവാൻ കഴിഞ്ഞവരുണ്ട്. പ്രോഫിറ്റ് ബോക്സ് ഓരോരുത്തരും വീണ്ടും അയച്ചുകൊണ്ടേയിരുന്നു പുതിയ എൻട്രികളും പുതിയ പ്രോഫിറ്റുമായി. എന്നാൽ പ്രതീക്ഷിക്കുന്ന അപ്പ് മൂവിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതായിരുന്നു. അത് ലഭിക്കാതെ ഈ ഏരിയയിൽ നിന്നും സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവായി വീണ്ടും ഉയരാൻ കഴിയാതെ പ്രൈസ് ഡിക്ലൈൻ പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് വീണ്ടും കൊടുക്കാൻ ശ്രദ്ധിച്ചവർക്ക് അഥവാ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുന്നില്ല അപ്വേർഡ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഓൾറെഡി പുട്ട് ഓപ്ഷൻ എടുത്ത് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തവർക്കും നല്ല പ്രോഫിറ്റ് ആണ് തുടർന്ന് ഉണ്ടായിരുന്നത്. മൂവ്മെന്റ് കൃത്യമായി ആ സപ്പോർട്ടിൽ വന്ന് ഒരു പ്രാവശ്യം ഒന്ന് അപ്വേർഡ് പോകാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ നിന്നും ട്രേഡ് എടുക്കാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,893 എന്ന ലെവലിലേക്ക് പ്രൈസ് കൃത്യമായും ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണ്ട് 230-ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് തന്നു. എന്നാലും നല്ല ട്രേഡബിൾ ഏരിയകളായിരുന്നു. രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്തെങ്കിൽ പോലും നല്ല ഒരു ട്രേഡിംഗ് ലെവൽസ് കിട്ടിയിരുന്നു. ആശ്വാസകരമായി എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കിട്ടിയ പ്രോഫിറ്റ് ബോക്സുകളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 24,910 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം 25,252 എന്ന ലെവൽ തന്നെയാണ്. ഇതിനിടയിൽ ചെറിയ അതായത് മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 25,017, 25,077, 131, 195 എന്നീ ലെവലുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 25,077, 25,131, 25,195 എന്നീ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്
ഈ ലെവലിന് താഴെ, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു ബ്രേക്കിംഗ് തരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മൾ സെൽ ഓൺ ഹൈ എന്ന രീതിയിൽ വീണ്ടും കിട്ടുന്ന ഉയർച്ചയ്ക്ക് വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺവേർഡ് വരാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,863, 807, 752, 696, 651, 597 എന്ന ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. ഈ ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ ഈ ഏരിയകൾ എവിടെ വന്നു കഴിഞ്ഞാലും വീണ്ടും പ്രൈസ് ഒന്ന് അപ്വേർഡ് സഞ്ചരിക്കാനുള്ള ശ്രമം നടത്തിയേക്കാം. എന്നാൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണക്കാക്കിക്കൊണ്ട് വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെ നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാനും ലെവലുകളും. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 51,026 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 51,179, 51,382, 514, 638 എന്നീ ലെവലുകൾ മൈനർ റെസിസ്റ്റൻസുകളായും പ്രധാന റെസിസ്റ്റൻസായി 51,693 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന അടുത്ത ടാർഗറ്റാണ് 51,382 എന്ന ലെവൽ. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പോയേക്കാം. ബാങ്ക് നിഫ്റ്റി എല്ലാം ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ നല്ല ലെവൽ 900 പോയിന്റ് 1000 പോയിന്റ് ഒക്കെ വളരെ കൂളായി മൂവ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഇത്രയും റേഞ്ചിലുള്ള ലെവലുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നത്. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അങ്ങനെ ലഭിച്ചാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ, ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 50,829, 651, 50,444, 366 എന്നിങ്ങനെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഉള്ള ലെവലുകളാണ്. 50,281, 50,129 എന്നീ ലെവലുകളാണ് അവ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് പരിശോധിക്കാം. 81,419 ഇന്നത്തെ ലോ തന്നെയാണ് ഞാൻ ആദ്യത്തെ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 82,045 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 81,803 എന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 81,803 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ പ്രൈസ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ അതിനുശേഷം ചെയ്യാതെ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഈ ലെവൽ 82,045 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ
അതിന് മുകളിൽ ഒരു 5-15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ കാണുന്നവ: 82,399, 82,635, 829 എന്നിങ്ങനെ ഉള്ള പ്രധാന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഈ സപ്പോർട്ടിന് താഴെ, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിച്ചാൽ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 81,314 എന്ന ലെവലിന് താഴോട്ട് ഒക്കെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 81,148, 891, 622, 449 എന്നീ ലെവലുകൾ കാണാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്കുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാനും ട്രേഡിംഗ് ലെവലുകളും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ എത്തുന്നത്, അഥവാ ഈ കാണാൻ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ ഗുണകരമെന്ന് തോന്നുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ലാഭം നേടാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.